ഇറാൻ അമേരിക്ക ചർച്ചകൾ നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ അമേരിക്ക അവരുടെ പൗരന്മാരോട് ഇറാൻ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു പക്ഷേ വിമാന സർവീസുകൾ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ പൗരന്മാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒമാനിൽ വെച്ച് നടക്കുന്ന ചർച്ച ഒരു പ്രഹസനം മാത്രമാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഒന്നാമതായി അമേരിക്ക ഇറാന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന അവരുടെ ഉപാധികൾ എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തെരഞ്ഞെടുക്കലായിരിക്കും അതിലേറെ അഭികാമ്യം. അത്തരത്തിൽ ഒരിക്കലും ഒരു പരമാധികാര രാഷ്ട്രത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികളാണ് ഇറാന് മുന്നിൽ അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇറാൻ ഒരിക്കലും സ്വീകരിക്കാൻ വഴിയില്ല. ഈ കാര്യം ഇറാനും അറിയാം, അമേരിക്കക്കും അറിയാം. പക്ഷെ ഞങ്ങൾ ആരും ഡിപ്ലോമാറ്റിക്കൽ നീക്കങ്ങൾക്ക് എതിരല്ല എന്ന് വരുത്തി തീർക്കുക എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മീഡിയകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും നടക്കാൻ പോകാത്ത അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ചർച്ചകൾ എന്നാണ്. കാരണം രണ്ട് വിഭാഗവും കൃത്യമായി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഉപാധികളാവട്ടെ അംഗീകരിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ്. ചെറിയ കുട്ടികളെ പോലുള്ള ദുർവാശികളാണ് അവർ ഇറാന് മുന്നിൽ വെക്കുന്നത്. ഒരു രാഷ്ട്രം അവരുടെ കഴിവുകളും അവരുടെ സൈനിക തലങ്ങളിലുള്ള ഡെവലപ്മെന്റുകളും നടത്തുമ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ്. നമുക്കറിയാം റഷ്യയും ചൈനയും അമേരിക്കയും ഇന്ത്യയും ഒക്കെ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു. അവരുടെ ടെക്നോളജികൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവരുടെ ആയുധങ്ങളിലും അത്തരം പുരോഗതികൾ ഉണ്ടാകും. പക്ഷെ ഇറാൻ മാത്രം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു പരമാധികാര രാഷ്ട്രത്തോടാണ് പറയുന്ന ഇസ്രയേലിനെ ആവട്ടെ ലോകത്തെ മഹാഭൂരിഭാഗവും ഒരു രാഷ്ട്രമായി പോലും അംഗീകരിക്കുന്നില്ല. എന്നിട്ട് ഇത്തരത്തിലുള്ള ഉപാധികൾ ഇറാന് മുന്നിൽ വെക്കുമ്പോൾ സ്വാഭാവികമായും ഇറാൻ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം യഥാർത്ഥത്തിൽ അവിടെ കലാപം, വിപ്ലവങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ നാട് വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ അവസാനത്തെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇറാൻ വിട്ട് എത്രയും പെട്ടെന്ന് പോകണമെന്നാണ്. മാത്രമല്ല ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് സഹായങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് നിങ്ങൾ തന്നെ നീങ്ങേണ്ടതുണ്ട്. കാരണം ഇറാനിൽ അത്തരത്തിലുള്ള ഒരു ഡിപ്ലോമാറ്റിക്കൽ നീക്കങ്ങളൊന്നും നടക്കാനുള്ള അമേരിക്കക്ക് നടത്താനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുപോലെ ഭക്ഷണം, വെള്ളം, മെഡിസിൻ തുടങ്ങിയ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാവുക. അതുപോലെ തന്നെ ലോക്കൽ മീഡിയ ഫോർ ബ്രേക്കിംഗ് ന്യൂസുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ബി പ്രിപ്പയർഡ് ടു അഡ്ജസ്റ്റ് യുവർ പ്ലാൻസ്. നിങ്ങളുടെ പ്ലാനുകൾ എപ്പോഴും മാറ്റാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കീപ് യുവർ ഫോൺ ചാർജ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ടു ഇൻഫോം ദം ഓഫ് യുവർ സ്റ്റാറ്റസ്. നിങ്ങളുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളോടും അതുപോലെ ഫ്രണ്ട്സിനോടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നിങ്ങൾക്ക് അവിടുന്ന് വിട്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സുരക്ഷിതമാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് മാറുക. അവിടെ നിന്നും ഏതൊരു ഘട്ടത്തിലും മാറാൻ പറ്റിയ രീതിയിലായിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നതാണ്. ഇത് അവരുടെ പൗരന്മാർ എന്ന് മാത്രമല്ല ആ ഇറാനിൽ നിൽക്കുന്ന ഏതൊക്കെ രാഷ്ട്രങ്ങളിലുള്ള വിദേശ പൗരന്മാരുണ്ടോ അവർക്കൊക്കെ എല്ലാം അംഗീകരിക്കാൻ പറ്റിയ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക്കൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മണിക്കൂറുകൾ മുമ്പാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് അമേരിക്കയുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. എന്തായിരുന്നാലും ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും പറയുകയാണ്. മാത്രമല്ല അമേരിക്ക ഇന്ന് ഇസ്രയേലിന് നൽകിയ ഒരു സന്ദേശം തന്നെ ചർച്ചകൾക്കിടയിൽ ആക്രമിക്കരുത് എന്നാണ്. ഇതിൽ നിന്ന് ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുന്നു. അതിനുള്ള ഒരു സാഹചര്യവും സമയവും ലഭിക്കാൻ വേണ്ടിയാണോ ഈ ചർച്ചകൾ പോലും ഈ തരത്തിലേക്ക് എത്തിച്ചത് എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും പെട്ടെന്ന് ആക്രമിക്കരുത്, ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനെ ഒരു മുൻകൂർ ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രയേൽ പദ്ധതിയിടുന്നു എന്ന വാർത്തകളും അന്താരാഷ്ട്ര മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഈ ചർച്ചകൾ നടക്കുകയാണെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.